ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഒരല്പം ആലോചിക്കേണ്ട കാര്യം. ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് ആരെന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച് അത് ലഘൂകരിച്ച് അതിനെ തെറ്റിൽ നിന്നും തിരുത്തി, അല്ലെങ്കിൽ ആ തെറ്റ് ഉണ്ടാക്കിയെടുത്തതായിരിക്കാം, അസൂയക്കാരുടെ ഉള്ളിൽ നിന്നും വന്ന പ്രതികാരമായിരിക്കാം. എന്തു തന്നെ ആയാലും ഒരു 30-40 വർഷം അല്ലെങ്കിൽ 50 വർഷത്തിന് ഇടയിൽ ആരുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാലും, ആരോപിച്ചതായാലും തെറ്റില്ലാത്തതിനെ ഉണ്ടാക്കി മെനഞ്ഞെടുത്തതായാലും ഏതായാലും അതിന് കാര്യകാരണങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കി അതിനെ തിരുത്താനുള്ള അവസരവും കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താനുള്ള അവസരം കൊടുത്തിരിക്കും. അതേ പക്ഷം ഇപ്പോഴോ ഒരു തെറ്റ് കണ്ടെന്നിരിക്കില്ല. തെറ്റിനെ തികഞ്ഞെടുത്ത് ഒരു വാക്കിനെ ആയാലും ഒരു വാചകമായാലും ഒരു പ്രവൃത്തിയായാലും അതിനെ ദൂരെ നിന്ന് വീക്ഷിച്ചിട്ട് അതിനെ നല്ലവണ്ണം പൊക്കിയെടുത്ത് എത്രത്തോളം ദ്രോഹിക്കാമോ, എത്രത്തോളം മാനസികമായിട്ട് പീഡിപ്പിക്കാമോ, ഏതെല്ലാം തരത്തിൽ നശിപ്പിക്കാമോ അവൻ്റെയോ അവളുടെയോ ജീവൻ പോകുന്നത് വരെ പോരാടും. അതാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകത. ആ പ്രത്യേകതയിൽ പെട്ട് നമ്മൾ വീണ്ടും വീണ്ടും പാവങ്ങൾ വാങ്ങിച്ചു കൂട്ടി, ദുരിതങ്ങൾ വാങ്ങിച്ചു കൂട്ടി, ദുഃഖത്തിന് അറുതി വരുത്താതെ മുന്നോട്ടു പോയി സകലവിധ ശാപവും ഏറ്റുവാങ്ങി ജന്മാന്തരങ്ങളായി അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിരിക്കും കുറേ ആൾക്കാരുടെ വിധി. ആ വിധിയെ തടയാൻ ഭഗവാന് കഴിയും. പക്ഷേ അവരുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ടാവണം, തനിക്ക് തിരുത്തണമെന്നുള്ള മോഹം ഉണ്ടാവണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്കതായ ശക്തി ഉണ്ടായി എന്ന് വിചാരിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാലത്തിൻ്റെ അന്തരത്തിനല്ല ഇവിടെ പ്രാധാന്യം. കാലം അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടേയിരിക്കും. മാറ്റങ്ങൾ വന്നത് മനുഷ്യൻ്റെ മനസ്സുകൾക്കാണ്. ആഗ്രഹങ്ങൾ കൂടി, ആവശ്യങ്ങൾ കൂടി, സൗകര്യങ്ങൾ കൂടി, എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ കൂടിയതിൻ്റെ ഫലമായിട്ട് മനുഷ്യനെ ചിന്തിക്കാനുള്ള വിവേചന ശക്തിയും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ പരമോന്നതിയിൽ എത്തിയത് കാരണമാണ് ഭഗവാൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അതിലും വല്ലാതെ വേദനിച്ച് വിഷമിച്ച് നിൽക്കുന്ന സകല ജനങ്ങളെയും ഭഗവാൻ കൈ കൊടുത്തു തന്നെ രക്ഷിക്കും. അതിന് തക്ക യോഗ്യത നാം ഉണ്ടാക്കണം എന്ന് മാത്രം. എല്ലാവർക്കും ഇതിനുള്ള യോഗ്യത ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അവരുടെ മനസ്സ് ആർക്കെങ്കിലുമൊക്കെ വിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ അവരുടെ മനസ്സ് ഏതെങ്കിലും തരത്തിലിട്ട് കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, തനിക്കതിൽ നിന്നും രക്ഷപ്പെടണ്ട എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ വർഗങ്ങളെ നമ്മൾക്ക് ഒരിക്കലും സ്വീകരിക്കാനേ കഴിയില്ല. അവരെ എടുത്ത് നമ്മൾക്ക് ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. കണ്ടവരിൽ കുറ്റം കണ്ടെത്തി അതിനോട് മാത്രം ആധിപത്യം സ്ഥാപിച്ച് താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരാളെയും രക്ഷിക്കാനായിട്ട് ഇന്നോളം ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. അവരുടെ ശരീരത്തിലുള്ള, അവരുടെ ആത്മാവിലുള്ള, അവരുടെ ചിന്തകളിലെ ആ വൃത്തികെട്ട അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കളഞ്ഞാൽ മാത്രമേ ഭഗവാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതിനു പകരം അവർ അതിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഹിമാലയത്തെക്കാളും വലിയ ഒരു പർവ്വതമാക്കി അവരതിനെ മാറ്റും. ഭഗവാന് പറ്റുന്ന കാര്യമേ അല്ല. ഏത് കാര്യം ഭഗവാൻ ചെയ്യുന്നെങ്കിലും അതിനൊരു ഒരു നേര് വേണം, ഒരു
അതിനനുസരിച്ചുള്ള ഒരു രീതി വേണം. ഭഗവാനിൽ നിന്നുള്ള ആ ചരട് നമ്മുടെ ചരടിലേക്ക് വരുമ്പോൾ, ഭഗവാനിൽ നിന്നുള്ള പാത നമ്മുടെ പാതയിലേക്ക് വരുമ്പോൾ സുതാര്യമായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അത് മറന്നാണ് എല്ലാ ആൾക്കാരും ജീവിക്കുന്നത്. കലിയുഗത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. 10 അവതാരത്തിൻ്റെ ആകത്തുകയാണ് ഇപ്പം നമ്മൾ അനുഭവിച്ച് തീർക്കുന്ന പ്രധാന കാര്യങ്ങൾ. എല്ലാമേ ഭഗവാന് നമ്മൾക്ക് നല്ലതാക്കി തന്നെ തരാൻ കഴിയും. ഇതിനിടയിൽ വരാൻ പോകുന്നതായ ഒരുപാട് സംഭവങ്ങളിൽ നിന്നും ഭഗവാന് നമ്മളെ രക്ഷിക്കാനും കഴിയും. ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു ബസ് അപകടം തന്നെ സംഭവിച്ചാൽ അതിൽ നിന്നും എത്രയോ പേര് മരിക്കുമ്പോഴും ഒരാളെങ്കിലും അതിൽ രക്ഷപ്പെട്ടതായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ ബോധ്യപ്പെടാൻ കഴിയും. ആ ഒരാൾ ഭഗവാന്റെ ആളായിരിക്കും. അപ്പോൾ ഇത്രയും പേരെ രക്ഷിക്കാനും ഭഗവാന് കഴിയും, ഒരാളെ രക്ഷിക്കാനും ഭഗവാന് കഴിയും. ഏത് വേണം എന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് മാത്രമേ കഴിയൂ. എല്ലാ ഭാഗ്യവും ഭഗവാൻ ഞങ്ങൾക്ക് തരാൻ കഴിയുന്നത് നമ്മൾക്കെടുത്ത് സൂക്ഷിക്കാനും പഠിക്കണം. നമ്മുടെ കൈയും അതുപോലെ ആയിരിക്കണം, നമ്മുടെ മനസ്സും അതുപോലെ ആയിരിക്കണം, നമ്മുടെ ചിന്തകളും അതുപോലെ ആയിരിക്കണം. കുറ്റവും കുറവും കണ്ടുപിടിച്ച് സ്വയം നശിക്കാം എന്നല്ലാതെ ഇതിൽ നിന്നും വേറെ ഒന്നുമേ കിട്ടാനില്ല. തൻ്റെ തെറ്റുകളെ മറച്ചു പിടിക്കുന്നത് ഒരു ക്രെഡിറ്റായി കാണുന്ന ആൾക്കാരുടെ കാര്യമേ അല്ല പറഞ്ഞത്. നന്നാവണം എന്നാഗ്രഹമുള്ളവരുടേതാണ്. ചാൻസ് ഉണ്ടെങ്കിലും അവസരങ്ങൾ ധാരാളം കൊടുത്താലും നന്നാവണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരെക്കുറിച്ചല്ല പറയുന്നത്. ഒരു അവസരം കിട്ടിയെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും അവിടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഭഗവാൻ എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ കഴിയും, നമ്മൾക്ക് എടുക്കാനും കഴിയും. എല്ലാവർക്കും മഹാഭാഗ്യം ഭഗവാൻ കൊടുക്കട്ടെ, അവർ എടുക്കട്ടെ. എല്ലാവർക്കും ഈ മഹാഭാഗ്യം വേണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു. ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗ നിവാരണവും.